സെക്കൻഡ് ഇയർ B.Ed വിദ്യാർത്ഥിനികൾ അവതരിപ്പിക്കുന്ന അവയർനെസ് സ്കിറ്റ് പ്രതിധ്വനി. സ്നേഹേ മോളെ എണീക്ക്, ഇന്നല്ലേ നിനക്ക് ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞേ, പോണ്ടേ? സമയായി. ഒരു 5 മിനിറ്റ് കൂടി അമ്മ. അപ്പൊ നിനക്ക് ഇന്ന് പോണ്ടേ? ജോലിയൊക്കെ എനിക്ക് എപ്പോഴോ കിട്ടിയമ്മ. ഇതപ്പണ്ടായേ, ഇന്നല്ലേ ഇന്റർവ്യൂ, അതിന് പോണേന്റെ മുന്നേ എനിക്ക് ജോലി കിട്ടിയാ? അമ്മ അതില്ലേ, എനിക്ക് നല്ലൊരു ജോലി കിട്ടിയതായിട്ട് സ്വപ്നം കണ്ടമ്മ. എന്റെ കുട്ടി, ഇവിടെ കിടന്ന് സ്വപ്നം കാണാതെ പോവാൻ നോക്ക്. ശരി അമ്മ, എന്നാ ഞാൻ വേഗം റെഡി ആവട്ടെ. ഈശ്വര, എന്റെ കുട്ടിക്ക് ഈ ജോലിയെങ്കിലും കിട്ടിയാ മതിയായിരുന്നു. ഇതിപ്പോ എവിടെ നീ ഒച്ച കേൾക്കണേ? ഇനിയിപ്പോ ഫോണിന്നോ മറ്റോ ആണോ? ഈ പെങ്കുച്ചാണോ ഈ ഒച്ച ഉണ്ടാക്കണേ? ഇപ്പോഴത്തെ പെൺകുട്ടികളല്ലേ, എന്തേലൊക്കെ വലിച്ചേറ്റി നിക്കായിരിക്കും. സോറി കേട്ടോ. എടി, ഇനി ഇതിന് വല്ല ചുഴലിയും വല്ല ആണോ? ഇനി ഇത് വല്ല ചുഴലിയാവോ? ഇത് കഞ്ചാവ് പിടിച്ചിരിക്കാവോ? ശല്യം, ഒന്ന് അടങ്ങിയിരുന്നൂടെ? ഇത് പകരൂ, ഇവൾക്കത് കൺട്രോൾ ചെയ്ത് വെച്ചു. എന്നാ അടുത്ത ആളെ വിളിക്കാം അല്ലേ? അടുത്ത കാൻഡിഡേറ്റിനെ വിളിക്കൂ സുജ. ഓക്കെ മാം. സ്നേഹ KP. മേ ഐ കമ്മിങ് മാം? യെസ്, കം ഇൻ. പ്ലീസ് ബി സീറ്റഡ്. So, Sneha, introduce yourself. I am Sneha KP from Malappuram. I have done my M.Ed from St. Mary's. ഓക്കെ സ്നേഹ, റിലാക്സ്. എന്തു പറ്റി ടെൻഷനായോ? സോറി മാം, എനിക്ക് ടൂററ്റ് സിൻഡ്രോം എന്ന ന്യൂറോളജി കണ്ടീഷനാണ്. അതെനിക്ക് കൺട്രോൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇതിന് ട്രീറ്റ്മെന്റ് ഒന്നും എടുക്കുന്നില്ലേ? ഇല്ല മാം, ഇതൊരു ലൈഫ് ലോങ് കണ്ടീഷനാണ്. ലുക്ക് സ്നേഹ, നിങ്ങൾ ക്വാളിഫൈഡ് ആണ്, ബട്ട് ഈ ഒരു കണ്ടീഷൻ വെച്ച് കുട്ടികളെ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പേരൻസിനെയും കൺവിൻസ് ചെയ്യാൻ പറ്റില്ല. സോ വി ആർ വെരി സോറി. ഇതും കിട്ടിയില്ലേ? ഇല്ലാത്ത കാശ് മുടക്കി എന്തോരം പഠിപ്പിച്ചതാ നിന്നെ, എന്തോരം ചികിത്സ ചെയ്തതാ. അതിന്റെ എന്തേലും ഗുണുണ്ടോ? ഞാൻ മരിക്കണേലും മുന്നെങ്കിലും നിനക്കൊരു ജോലിയായി കാണാൻ പറ്റുമോ? മതി അമ്മ, ഒന്ന് നിർത്തുന്നുണ്ടോ? നിർത്തി. നിന്നെ കുറിച്ച് ആദ്യം പിടിച്ച് എനിക്ക് മതിയായി. ഞാനും മതിയാക്കാണ് ഈ ജീവിതം. നോവിന്റെ കായൽ കരയിൽ തനിയെ തേങ്ങുന്നു, ആരാരുമില്ല കൂടെ, ഇരുളായി മാറും വിധിയിൽ. ഹലോ സ്നേഹ, നീ ഇപ്പൊ എവിടെയാ? വീട്ടിലെത്തിയോ? ഇന്നത്തെ ഇന്റർവ്യൂ എങ്ങനെയുണ്ടായിരുന്നു? ഇതും ശരിയായില്ലടി, എപ്പോഴത്തെയും പോലെ തന്നെ. ശരി എന്നത് എന്റെ ജീവിതത്തിലേ ഇല്ല. നീ വിഷമിക്കാതിരിക്കെ, എന്തിനും ഒരു പരിഹാരമുണ്ടല്ലോ. നീ ഒന്ന് സ്ട്രോങ് ആവണം. നിന്റെ ഈ കണ്ടീഷനുമായി പൊരുത്തപ്പെട്ട് ജീവിക്കാൻ നിനക്ക് സാധിക്കും. ഞാനൊരു സൈക്കോളജിസ്റ്റിന്റെ നമ്പർ നിനക്ക് വാട്സപ്പ് ചെയ്യാം. നീ ഒന്ന് പോയി കണ്ടു നോക്ക്. മാഡം, പുറത്തൊരാള് വെയിറ്റ് ചെയ്യുന്നുണ്ട്, വിളിക്കട്ടെ? ഓക്കെ, വിളിക്കൂ. അത് നമ്മുടെ ദിയ പറഞ്ഞ കുട്ടിയായിരിക്കും അല്ലേ? മാം,
യെസ് സ്നേഹ, ദിയ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നെ. ദിയ എല്ലാം പറഞ്ഞു കാണുമല്ലോ മാഡം. ഈ ഒരു അവസ്ഥയിൽ എനിക്ക് എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലായി സ്നേഹ. ആട്ടെ, ഇപ്പോൾ എന്താ ചെയ്യുന്നേ? ഞാൻ എമ്മഡ് കഴിഞ്ഞതാണ്. പക്ഷേ എൻ്റെ ഈ അവസ്ഥ കാരണം ഇതുവരെയും ജോലിയൊന്നും ആയില്ല. നിനക്കറിയുന്നത് പോലെ തന്നെ ഇതൊരു ന്യൂറോളജിക്കൽ കണ്ടീഷനാണ്. ഇതിന് പരിഹാരം എന്ന് പറഞ്ഞാൽ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇതെല്ലാം എനിക്കറിയുന്നത് തന്നെയാണ്. സമൂഹത്തോട് ഞാൻ എന്ത് ചെയ്തിട്ടാ? സ്നേഹ, നീ പറഞ്ഞത് ശരിയാണ്. പക്ഷെ സമൂഹം ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ഇതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ട് തന്നെ ആയിക്കൂടെ? മാറ്റം സ്നേഹയിൽ നിന്ന് തന്നെയാണ് തുടങ്ങേണ്ടത്. സ്നേഹയുടെ ധൈര്യം സ്നേഹ തന്നെയാണ്. ശരി മാഡം, എനിക്കെല്ലാം മനസ്സിലായി. ഞാൻ തന്നെ വിചാരിക്കാതെ എന്നിൽ മാറ്റം കാണില്ല. സ്നേഹയ്ക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഇങ്ങോട്ട് വരാം. ഞാൻ സ്നേഹ. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് എൻ്റെ അവസ്ഥ. ടൂററ്റ് സിൻഡ്രോം എന്നാണ് ഇതിന്റെ പേര്. ഒരു നാഡീ വികസന സംബന്ധമായ അസുഖമാണിത്. ഇത് ചെറുപ്പത്തിലേ തുടങ്ങുന്നതാ. ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന കുട്ടികൾക്ക് എന്റേതുപോലെ ഇടയ്ക്കിടയ്ക്ക് നിയന്ത്രിക്കാനാകാത്ത വിധം ചലനങ്ങളോ ശബ്ദങ്ങളോ ഉണ്ടാക്കും. പക്ഷേ ഒരിക്കലും ഇതൊരു ബുദ്ധിക്കുറവോ പകരുന്നതോ ആയ പ്രശ്നമല്ല. ഇത് ചികിത്സിച്ചു മാറ്റാനും സാധിക്കുന്നതല്ല. സമൂഹത്തിൽ നിന്നും ഞങ്ങളെ ഒറ്റപ്പെടുത്താതെ ഞങ്ങളെ ചേർത്ത് പിടിച്ചൂടെ? നിങ്ങളെപ്പോലെ ഞങ്ങൾക്കും നല്ലൊരു ജീവിതം നയിക്കാനാകും. നെഞ്ചിൽ പണ്ടേ നോവായി വിണ്ടത് തുന്നിക്കൊണ്ടേ ഈ കണ്ണിൽ മുത്തി നീരു പതുക്കനെ ഒപ്പിക്കൊണ്ടേ ആരോ പഞ്ഞിക്കാലടിയാലെ പമ്മിയകത്തണയേ കാലം കാത്തു വച്ച പണയങ്ങൾ നീയുമിടുത്തണി. മോളെ, നീ പോസ്റ്റ് ചെയ്ത വീഡിയോ കണ്ട് ഒരുപാട് പേരെന്നെ ഇപ്പൊ വിളിച്ചു. നിന്റെ ഈ അവസ്ഥയിൽ കൂടെ നിൽക്കേണ്ട അമ്മ പോലും നിന്നെ മനസ്സിലാക്കിയില്ലല്ലോ മോളെ. അതൊന്നും സാരല്ല അമ്മേ. Sneha, I'm Maya from Delhi Public School. Sneha, we are quite impressed with the video that you posted on the social media. നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കാതെ നിങ്ങളെ ജോലിക്കെടുക്കാത്തതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട്. ആ തെറ്റ് തിരുത്താനായി നാളെ തന്നെ സ്നേഹയ്ക്ക് സ്കൂളിൽ വന്ന് ജോയിൻ ചെയ്യാം. താങ്ക് യു സോ മച്ച് മാം. അമ്മ, നമ്മൾ ആഗ്രഹിച്ച പോലെ എനിക്ക് ജോലി കിട്ടി. ആണോ? ഈശ്വര, നീ എന്റെ പ്രാർത്ഥന കേട്ടു. ഒരുപാട് സന്തോഷമായി മോളെ. ഇനി നീ ആരുടെ മുന്നിലും തല കുനിക്കാതെ അഭിമാനത്തോടെ ജീവിക്കണം. നിന്നെപ്പോലുള്ളവർക്കൊരു മാതൃകയായി. ഇനി ദൂരം അതിവേഗം അകലങ്ങൾ അറിയാതെ ഇനിയെന്നും തുണയാതെ തരണങ്ങൾ വഴി നീങ്ങി ഇനി നേരം നരികത്താൽ ശ്രുതി ചേരും മൃദുഗീതം ഇനിയെന്നും വഴികാട്ടാൽ അകലത്താൽ